വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ് പ്ലാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആവാം, നമ്മളെ ഇറഗുലർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് ആവാം, ലാക്ക് ഓഫ് എക്സസൈസ് ആവാം, നമ്മുടെ ശരീരത്തിൽ ഒരു കൂളിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ കൊഴുപ്പുകളെ ബേൺ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതിൽ സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ, എയറോബിക് അൺഎയറോബിക് വർക്കൗട്ടുകൾ, അതിനോടൊപ്പം തന്നെ ശരീരത്തിലെ മറ്റുള്ള വൈറ്റമിൻസ് ബാലൻസ്ഡ് ആണോ നോക്കുക. ഡയബറ്റിസും ഷുഗർ കണ്ടീഷൻസും നോക്കിയിട്ട് അതിൻ്റെതായ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് ലോസിന് ഹെൽപ്ഫുൾ ആണ്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ് പ്ലാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എത്ര അളവിൽ പ്രോട്ടീൻ കഴിക്കണം, എത്ര ഫൈബർ, എത്ര കാർബോഹൈഡ്രേറ്റ്സ്, ഇതെല്ലാം നമ്മൾ തുല്യമായ അളവിൽ കറക്റ്റായിട്ട് അതിൻ്റെ എമൗണ്ട് നോക്കിയതിന് ശേഷം എടുക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വെയിറ്റ് ലോസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. വെയിറ്റ് ഗെയിനിങ് എന്ന് പറയുമ്പം പല ഫാക്ടേഴ്സ് കൊണ്ടും വെയിറ്റ് ഗെയിനിങ് ആവാം. അത് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആവാം, നമ്മളെ ഇറഗുലർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് ആവാം, ലാക്ക് ഓഫ് എക്സസൈസ് ആവാം, അങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ടും ഈ ഒരു വെയിറ്റ് ഗെയിനിങ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പം എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിൽ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഹെൽത്തി ഫാറ്റ്സും ഫൈബേഴ്സും വൈറ്റമിൻസും, അതായത് മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും തുല്യമായ അളവിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ്, അതായത് ശരീരം ബിൽഡപ്പ് ചെയ്യാനും മെറ്റബോളിസത്തിനൊക്കെ സഹായിക്കുന്നതാണ് മാക്രോ ന്യൂട്രിയൻസ്. അതിൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫൈബേഴ്സ്, ഫാറ്റ്സ്, ഹെൽത്തി ഫാറ്റ്സുകൾ. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സുകൾ എടുക്കുക. പ്രോട്ടീൻസ് എന്ന് പറയുമ്പം ഹെൽത്തി പ്രോട്ടീൻസ്, അതിൽ വരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് പോലത്തെ സീഡ്സുകൾ, നട്ട്സ്, ഇതെല്ലാം കഴിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ പ്രോട്ടീൻസിൽ വരുന്നതാണ് മീൻ, മുട്ട. ഒരു എഗ്ഗ് കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രോട്ടീൻ്റെ ഇൻടേക്ക് വരുമ്പം 2.5 to 3.5 grams ഓഫ് പ്രോട്ടീൻസ് ആണ് കയറുന്നത്. അതേപോലെ തന്നെ ഫിഷ് ഐറ്റംസ്, ഈ സാൽമൺ, മാക്രൽ, അതായത് അയല, മത്തി, നെത്തോലി പോലത്തെ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം. ഇതാണ് പ്രോട്ടീൻസിൻ്റെ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഹെൽത്തി ഫാറ്റ്സിലോട്ട് വരുമ്പം അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങൾ, മീൻ, അതേപോലെ തന്നെ എഗ് ഐറ്റംസ് ഒക്കെ ഡെയിലി ബേസിസിൽ കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒലിവ് ഓയിൽസ് നന്നായിട്ട് കൺസ്യൂം ചെയ്യുക. കോക്കനട്ട് ഓയിൽ ഡെയിലി ബേസിസിൽ കഴിക്കുക. ഫ്രൂട്ട്സുകളിൽ അവക്കാഡോ ഡെയിലി ബേസിസിൽ കഴിക്കുകയാണെങ്കിൽ ഹെൽത്തി ഫാറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഹെൽത്തി ഫൈബേഴ്സ് ഉൾപ്പെടുത്തുക. ഫൈബേഴ്സിൽ സോല്യബിൾ, ഇൻസോല്യബിൾ ഫൈബേഴ്സ് കഴിക്കുക. അതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക. ഫ്രൂട്ട്സുകളിൽ ബെറീസ് ധാരാളം കഴിക്കുക. അതേപോലെ തന്നെ ആപ്പിൾ, ഓറഞ്ച്, മൊസംബി, ഇതൊക്കെ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും നല്ലതാണ്. അതേപോലെ തന്നെ വെജിറ്റബിൾസിൽ ക്യാപ്സിക്കം, കോളിഫ്ലവർ, ബ്രൊക്കോളി, ഇതൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ശരീരത്തിൽ ആ ഒരു മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും വെയിറ്റ് ലോസിനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിൽ വരുമ്പം നമ്മൾ റൈസ് കൺസ്യൂം ചെയ്യുമ്പം ബ്രൗൺ റൈസ് കൂടുതലായിട്ട് എടുക്കുക. അതായത് മട്ടയരിയോ, കുത്തരിയോ, റാഗിയോ ഒക്കെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ശരീരത്തിലെ ജലാംശം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കുക. വാട്ടർമെലൺ, അവക്കാഡോ, പൊമോഗ്രാനേറ്റ്, ഗ്രേപ്സ്, പേരക്ക, ഇതൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സാലഡുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വയറ് അപ്പറ്റൈറ്റ് ഫുൾഫിൽ ചെയ്യാനും അതേപോലെ തന്നെ വിശപ്പ് നിയന്ത്രിക്കാനും വെയിറ്റ് ലോസിനും സഹായിക്കുന്നുണ്ട്. സാലഡുകളിൽ കൂടുതലായിട്ടും കുക്കുംബർ ഉൾപ്പെടുത്തുക. കുക്കുംബർ 95% വാട്ടർ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു കൂളിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഹെൽത്തി ഫാറ്റ്സിൽ വരുന്നതാണ് കോക്കനട്ട്. അത് കോക്കനട്ട് ഓയിൽ ആവട്ടെ അല്ലെങ്കിൽ ഫ്രഷ് കോക്കനട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ഈ പറഞ്ഞിട്ടുള്ള അമിതമായിട്ട് കൊഴുപ്പുകളെ ബേൺ ചെയ്യാൻ സഹായിക്കുന്നതാണ് കോക്കനട്ട് ഐറ്റംസ് എല്ലാം. അത് നിങ്ങൾക്ക് കറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാകുന്ന തോരനിലൊക്കെ ഡെയിലി ബേസിസിൽ മിക്സ് ചെയ്യുക. ഡയറി പ്രൊഡക്ട്സുകളിൽ കൂടുതലായിട്ടും ഈ പറഞ്ഞിട്ടുള്ള മിൽക്ക് ഐറ്റംസ് റെഡ്യൂസ് ചെയ്യുക. മിൽക്കിന് പകരമായിട്ട് നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്കോ കോക്കനട്ട് മിൽക്കോ യൂസ് ചെയ്യാവുന്നതാണ്. ബദാം, കാഷ്യൂ, പിസ്ത പോലത്തെ നട്ട്സുകളും സീഡ്സുകളും അതിനോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിഷ്യൻസീസ് ക്ലിയർ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യുന്ന ആഹാരങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതിൽ ഗ്രീൻ ടീ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ആപ്പിൾ സിഡർ വിനെഗർ അത് നന്നായിട്ട് കഴിക്കുക. ജിഞ്ചർ ടീ, അതേപോലെ തന്നെ മിൻറ്റ് ടീ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ബേസിക് തിങ്, നമ്മൾ ഡയറി പ്രൊഡക്ട്സുകളിൽ മിൽക്ക് അവോയ്ഡ് ചെയ്യുക. അതിൽ കൂടുതലായിട്ടും തൈര്, മോര്, യോഗേർട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് കുറച്ചുകൂടി ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഗട്ട് പാരസൈറ്റ്സിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതും.
അതിനോടൊപ്പം തന്നെ ഈ കഫീൻ ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ, റിഫൈൻഡ് ആയിട്ടുള്ള കാപ്സ്, കൂടുതൽ ഷുഗറി ആയിട്ടുള്ള ആഹാരങ്ങൾ, പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടും റെസ്ട്രിക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തായാലും കൂടുതലായിട്ടും ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. റിഫൈൻഡ് ഓയിൽസ് കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യുക. ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ധാരാളം കഴിക്കുന്ന സമയത്ത് നമുക്ക് സ്കിൻ ഹെൽത്ത് ഒക്കെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാനും ശരീരത്തിലെ വിഷാംശങ്ങളും നീർക്കെട്ടുകളും കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടറുടെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഡയറ്റ് പ്ലാൻസിലാവട്ടെ, നിങ്ങൾ ലൈഫ് സ്റ്റൈലിലാവട്ടെ കൂടുതൽ വർക്കൗട്ടുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിൽ സ്ട്രെച്ചിങ്, സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ, എയറോബിക്, അനെയറോബിക് വർക്കൗട്ടുകൾ ചെയ്യാൻ ശ്രമിക്കുക. കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്ത് ഹാർട്ടിൻ്റെ പമ്പിങ് കപ്പാസിറ്റി കൂട്ടും, സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ധാന്യങ്ങൾ ധാരാളം കഴിക്കുക. പയറുവർഗ്ഗങ്ങൾ, കടല, ചെറുപയർ, പരിപ്പ് പോലത്തെ പയറുവർഗ്ഗങ്ങൾ നന്നായിട്ട് കഴിക്കുക. ഇത് ബോയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് സാലഡിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്, ഗട്ട് ഫ്രണ്ട്ലിയുമാണ്. അതിനോടൊപ്പം തന്നെ നമ്മളെ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിഷ്യലുള്ള ഫൈബേഴ്സ് ധാരാളം കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക. വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്തായാലും കാർഡിയോ വർക്കൗട്ടുകൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പോൾ വെയിറ്റ് ലോസ് എന്ത് കാരണം കൊണ്ടാണോ അത് ആദ്യം ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഹോർമോണൽ ഇംബാലൻസ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള വേരിയേഷൻസ്, ഡയറ്റിലെ വേരിയേഷൻസ് കൊണ്ടാണോ, ആ ഒരു റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് ലോസിന് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ തൈറോയ്ഡ് ഇംബാലൻസ് ഉള്ള ആളുകൾ നമ്മൾ നോർമൽ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വെയിറ്റ് ലോസ് സംഭവിക്കത്തില്ല. തൈറോയ്ഡ് ബേസ് ചെയ്തിട്ടുള്ള ഡയറ്റ് പ്ലാൻ, ഗോയിട്രോജൻസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുക, മൈദ, ഗ്ലൂട്ടൻ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടും റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോയിൻറ്റ് പെയിൻ, ബോൺ പെയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ശരീരത്തിലെ മറ്റുള്ള വൈറ്റമിൻസ് ബാലൻസ്ഡ് ആണോ നോക്കുക. വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, ദെൻ കാൽഷ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ് ഇങ്ങനത്തെ മൈക്രോ ന്യൂട്രിയൻസും വൈറ്റമിൻസും കറക്റ്റ് ആണോ, ശരീരത്തിൽ അവൈലബിൾ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഡയറ്റ് പ്ലാനിലൂടെയും വർക്കൗട്ടിലൂടെയും നമ്മളെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളെല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. കണ്ടീഷൻസ് നോക്കിയിട്ട്, ഡയബറ്റിസും ഷുഗർ കണ്ടീഷൻസ് നോക്കിയിട്ട് അതിൻ്റേതായ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്ലാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്